എല്ലാവർക്കും നമസ്കാരം. അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പെർഫോമൻസ് വിർച്വസ് സൈക്കിൾ എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും ഏറ്റവും പെർഫോം ചെയ്യുന്ന ബിസിനസ് മോഡലുകൾ ശ്രദ്ധിച്ചാൽ അവിടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഉണ്ടായിരിക്കും ആ സ്ഥാപനങ്ങളിൽ. പക്ഷേ അതൊരു ലൈൻ വരച്ച പോലെയല്ല പ്രവർത്തനം. ഒരു 5 കാര്യങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴാണ് സ്ഥാപനത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പലർക്കും സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പീപ്പിൾ ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന എലമെൻ്റാണ്. പീപ്പിൾ ആൻഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ നന്നായി പെർഫോം ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ആ സ്ഥാപനത്തിലുള്ള വ്യക്തികളുടെ മികവ് ഡെവലപ്പ് ചെയ്യാനും അവിടെ ഒരു മികച്ച സംസ്കാരം കെട്ടിപ്പടുത്താനും ശ്രമിക്കുന്നു എന്നർത്ഥം. കാരണം ഒരു നല്ല റൈറ്റ് മൈൻഡ് സെറ്റ്, അതിൻ്റെ വാല്യൂ, സ്കിൽ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടേഷനാണ്. ഒരു സ്ട്രോങ് ടീം, നല്ലൊരു ടീം ഉണ്ടെങ്കിൽ എത്ര മികച്ച സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്താലും അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈ പെർഫോമൻസിൻ്റെ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് പീപ്പിൾ ആൻഡ് കൾച്ചറാണ്. 2, ഈ പീപ്പിൾ ആൻഡ് കൾച്ചറിന് പെർഫോം ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് ആൻഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ടുള്ള മെത്തേഡുകൾ, സ്ഥിരമായി നടത്തപ്പെടുന്ന ഓരോ പ്രക്രിയയും എങ്ങനെ ചെയ്യണം, ആര്, എപ്പോൾ, എവിടെ, എങ്ങനെയൊക്കെയാണ് അതിലിടപെടേണ്ടത്, ഇതിനെപ്പറ്റിയൊക്കെ വ്യക്തമായ രൂപരേഖ ഉണ്ടാക്കി ആ മെത്തേഡുകൾ പരിശീലിപ്പിച്ചത് ഹാബിറ്റുകളാക്കി മാറ്റുമ്പോഴാണ് കൺസിസ്റ്റൻസി ഉണ്ടാവുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം പ്രോസസ്സ് ആൻഡ് സിസ്റ്റം. മൂന്നാമത് ഓഫറിങ് ആൻഡ് കോമ്പിറ്റൻസ് എന്ന് പറയുന്ന കാര്യം. കാരണം കഴിവ് ഡെവലപ്പ് ചെയ്താലാണ് ആളുകൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. കപ്പാസിറ്റി, കോമ്പിറ്റൻസ്, സ്കില്ല്, വില്ല് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും സ്ഥാപനത്തിൽ നിന്ന് ഉണ്ടാവണം. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഓരോരുത്തരും അവരുടെ അറിവും കഴിവും ഡെവലപ്പ് ചെയ്ത് തന്നെയാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്ന ഗൈഡൻസ്, സപ്പോർട്ട്, ട്രെയിനിങ്, മെൻറ്ററിങ് ഇതിലൂടെയൊക്കെ ആയിരിക്കും സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യണം. നാലാമത്തെ കാര്യം ഗ്രോത്ത് ആൻഡ് പ്രസൻസ്. നമ്മൾ ഓരോ വർഷവും ഒരു ആനുവൽ ബിസിനസ് പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത്, എത്ര ശതമാനം ഗ്രോത്ത് അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ മന്ത്ലി ടാർഗറ്റ്സ്, ക്വാർട്ടർലി ടാർഗറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ആ ഗ്രോത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ഉറപ്പുവരുത്തി പോകുമ്പോഴാണ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണത്. ആൻഡ് ഫൈനലി ഇമ്പാക്റ്റ് ആൻഡ് റിവാർഡ്. എന്ത് ഇമ്പാക്റ്റാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത്, ഓരോ വ്യക്തികൾക്കും എന്ത് ഇമ്പാക്റ്റ് നേടിയെടുക്കാൻ സാധിച്ചു, എന്ത് റിസൾട്ടാണ് ഉണ്ടായത്, അതിൽ മികച്ച റിസൾട്ട് കാഴ്ചവെച്ച ആളുകളെ റെക്കഗ്നൈസ് ചെയ്യുക, റിവാർഡ് ചെയ്യുക, ഇൻസെൻറ്റീവൈസ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഇതൊരു പെർഫോമൻസ് വിർച്വസ് സൈക്കിൾ ആവുന്നത്. കാരണം ഈ 5ഉം അലൈൻഡ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒന്നൊന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. ഇതൊരു ചെക്ക് ലിസ്റ്റായിട്ട് മാത്രം കാണേണ്ട കാര്യമല്ല, ഇത് സൈക്കിൾ ഓഫ് ആക്ടിവിറ്റീസ്. ഇതിലേതെങ്കിലും ഒരു ഭാഗം ഒന്ന് വീക്കായി മാറിയാൽ എല്ലാ സിസ്റ്റത്തെയും, ടോട്ടൽ സിസ്റ്റത്തെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ കാര്യങ്ങളും വ്യക്തതയോടുകൂടി പ്ലാൻ ചെയ്താൽ നല്ലൊരു ഹൈ പെർഫോമിംഗ് ഓർഗനൈസേഷനായി നമ്മുടെ സ്ഥാപനത്തെ മാറ്റാൻ പറ്റും. താങ്ക് യു.